നമുക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളില്ലേ? നിങ്ങൾക്കില്ലേ ആഗ്രഹം? പക്ഷേ നമ്മളിൽ പലർക്കും എത്ര ശ്രമിച്ചിട്ടും അത് സംഭവിക്കുന്നില്ല. ഒരു ജോലിക്ക് വേണ്ടി ഒരുപാട് ആഗ്രഹിക്കുന്നു, നല്ലൊരു റിലേഷൻഷിപ്പിന് വേണ്ടി, അല്ലെങ്കിൽ സാമ്പത്തികമായി നല്ല നേട്ടത്തിന് വേണ്ടി ഒരുപാട് സ്വപ്നമുണ്ട് നമുക്കൊക്കെ. പക്ഷേ നമ്മൾ മനസ്സ് പലപ്പോഴും നമ്മളോട് ചോദിക്കും, എന്തുകൊണ്ടാണ് എൻ്റെ ആഗ്രഹം മാത്രം നടക്കാത്തത്? എൻ്റെ ആഗ്രഹം മാത്രം എന്തുകൊണ്ട് ഇത്രയും വൈകുന്നത്? അപ്പോൾ നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത്? ഒരു പക്ഷേ ആക്ച്വലി ആ വൈകുന്നതെന്ന് വെച്ചാൽ നമ്മളെ അതിനായി നമ്മൾ ഒരുക്കുകയാണ്. ഇന്ന് നമുക്ക് പഠിക്കാം കാത്തിരിപ്പിൻ്റെ ശക്തി. കാത്തിരിപ്പ് എന്നത് ആക്ച്വലി ഒരു സമയം നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രോസസ്സല്ല. നമ്മൾ പലപ്പോഴും എന്താണെന്ന് കരുതുന്നത്, നമുക്കെല്ലാം ഇപ്പോൾ വേണം, ഈ ഒരു സ്പോട്ടിൽ കിട്ടിയാൽ അത്രയും നല്ലത്. നമുക്ക് ആർക്കും കാത്തിരിക്കാൻ തീരെ ടൈമില്ല. പക്ഷേ ജീവിതത്തിലെ ചില കാര്യങ്ങൾ നമ്മുടെ വേഗത്തിനനുസരിച്ച് ഒരിക്കലും സംഭവിക്കില്ല. ഒരു വിത്ത് നമ്മൾ നട്ടു, അടുത്ത ദിവസം തന്നെ നമ്മൾ പോയിട്ട് ഫ്രൂട്ട്സ് എവിടെയെന്ന് അന്വേഷിക്കുമോ? ഇല്ല. കാരണം എന്താണ്? ആ വിത്ത് മണ്ണിനടിയിൽ വളരണം, പിന്നെന്താണ്, അതിൻ്റെ വേരുകളെല്ലാം ശക്തമാകണം, തണ്ട് വളരണം, ഇലകൾ വളരണം, പിന്നെ ലാസ്റ്റാണ് നമുക്ക് എന്ത് കിട്ടൽ? ഫ്രൂട്ട്സും ഫ്ലവേഴ്സും ഒക്കെ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. അപ്പം നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മുടെ ലൈഫും അതുപോലെ തന്നെയാണ്. ഇപ്പോൾ പുറമേക്ക് ഒന്നും സംഭവിക്കുന്നില്ലെന്ന് നമുക്ക് തോന്നും, പക്ഷേ അകത്ത് ഒരു വലിയൊരു വളർച്ച നടക്കുകയായിരിക്കും. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നിശബ്ദമായിരിക്കുന്ന ആ ഒരു ടൈം പീരീഡില്ലേ, അതിനെ നമുക്ക് ഒരിക്കലും ഭയപ്പെടരുത്. ഞാൻ അംബിക അജേഷ്, സർട്ടിഫൈഡ് ഹാപ്പിനെസ് കോച്ച് ആൻഡ് മൈൻഡ് പവർ ട്രെയിനർ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ ലൈഫിൽ ചില സമയം ഇങ്ങനെ ഉണ്ടാവും, നമ്മൾ എത്ര ശ്രമിച്ചിട്ടും നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുന്നില്ല. നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കും, പക്ഷെ നമുക്ക് ഒന്നും ഒരു മറുപടി കിട്ടാത്തതുപോലെ. നമ്മൾ ഒരുപാട് സ്വപ്നം കാണും, പക്ഷെ ഒന്നും നടക്കുന്നില്ല. അപ്പം നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, നിശബ്ദത എന്നത് നിശ്ചലമല്ല. ചിലപ്പോൾ അവിടെ ആയിരിക്കും ഒരുപാട് വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. നമ്മൾ കാണാൻ കഴിയാത്ത ഇടത്താണ്. നമ്മളിപ്പോൾ ഒരു വിത്തിനെ എടുത്തിട്ട് മണ്ണിൻ്റെ അടിയിൽ നട്ടു. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ എന്താണ്? ഒന്നും കാണില്ല. പക്ഷെ അതിൻ്റെ അർത്ഥം എന്തെന്ന്? വിത്ത് മരിച്ചു എന്നാണോ? അല്ലല്ലോ. അതെന്താണ്? വേരുകൾ വളർത്തുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിലും. നമ്മളിപ്പോൾ പുറമേ നോക്കുമ്പോൾ ഒന്നും കാണുന്നുണ്ടാവില്ല, പക്ഷേ നമ്മുടെ വേരുകൾ ശക്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം പീരീഡ് ആയിരിക്കും അത്. അപ്പോൾ അതിൻ്റെ കാത്തിരിക്കുക എന്ന അർത്ഥം എന്ന് വെച്ചാൽ ഒന്നും ചെയ്യാണ്ട് വെറുതെ ഇങ്ങനെ ഇരിക്കുക എന്നല്ല കേട്ടോ. നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ കാത്തിരിപ്പിൻ്റെ കൂടെ നമ്മൾ പ്രവർത്തനം കൂടി ചെയ്യണം. കാത്തിരിപ്പ് പ്ലസ് പ്രവർത്തനം ഈക്വൽ ടു വളർച്ച. നമ്മൾ നമ്മുടെ ജോലി കറക്റ്റായിട്ട് ചെയ്യണം. നമ്മൾ പഠിക്കുന്നവരാണെങ്കിൽ, പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നന്നായി പഠിക്കണം. നമ്മൾ ശ്രമിക്കണം. നമ്മുടെ കഴിവുകൾ, നമ്മുടെ സ്കിൽസൊക്കെ നമ്മൾ വികസിപ്പിച്ചെടുക്കണം. ശരിയായ അവസരത്തിനായി നമ്മൾ തയ്യാറെടുക്കണം. പക്ഷേ ഫലം എപ്പോൾ, അതിൻ്റെ റിസൾട്ട് നമ്മൾ എപ്പോൾ വേണമെന്ന് നമ്മൾ നിർബന്ധം പിടിക്കരുത്. നമ്മുടെ ജോലി എന്താണ്? വിത്ത് നട്ടും വെള്ളം കൊടുത്തും പരിപാലിച്ചും കൊണ്ടേയിരിക്കുക. മരം എപ്പോൾ ഫലം നൽകണമെന്ന് നമ്മളല്ല തീരുമാനിക്കുന്നത്. നമ്മുടെ ലൈഫിലും അങ്ങനെ തന്നെയാണ്. ചില വാതിലുകൾ നമ്മൾ എത്ര തള്ളിയായാലും തുറക്കില്ല, കാരണം അത് നിങ്ങൾക്കുള്ള വാതിൽ ആയിരിക്കണമെന്നില്ല. ചില അവസരങ്ങൾ വൈകും, ചില ബന്ധങ്ങൾ വൈകും, ചില വിജയങ്ങൾ വൈകും, ചില സ്വപ്നങ്ങൾ വർഷങ്ങൾ എടുത്തേക്കാം. പക്ഷേ അതുകൊണ്ട് നിങ്ങളുടെ സ്വപ്നം അസാധ്യമാണെന്ന് അർത്ഥമില്ല. വൈകുന്നത് എന്നത് നിഷേധിക്കപ്പെടുന്നത് എന്നല്ല. ചിലപ്പോൾ ഇപ്പോൾ വേണ്ട എന്നത് ഒരിക്കലും വേണ്ട എന്നല്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്ക്. 20-ാം വയസ്സിൽ ലഭിക്കേണ്ട ഒരു അവസരം 30-ാം വയസ്സിൽ ലഭിച്ചാൽ നിങ്ങൾക്ക് അത് കൈകാര്യം ചെയ്യാനുള്ള ഒരു പക്വത 20-ാം വയസ്സിൽ ഉണ്ടായിരുന്നു? ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കി. ഒരു പക്ഷേ ചിലപ്പോൾ ഉണ്ടായിരിക്കില്ല. അപ്പോൾ നിങ്ങളുടെ ലൈഫ് ആ ഒരു അവസരം നിങ്ങളെ നിഷേധിച്ചതല്ല, നിങ്ങളെ അതിനുവേണ്ടി ആക്ച്വലി തയ്യാറെടുപ്പിക്കുകയായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ കാത്തിരിക്കുകയാണെങ്കിൽ സ്വയം ചോദിക്കൂ, എനിക്ക് എന്താണ് ഇപ്പോൾ പഠിക്കേണ്ടത്? എൻ്റെ കഴിവുകൾ എന്താണ് ഞാൻ വളർത്തേണ്ടത്? ഓർക്കുക, വിത്തിന് അതിൻ്റേതായ സമയമുണ്ട്, പൂവിന് അതിൻ്റേതായ സമയമുണ്ട്, സൂര്യോദയത്തിനും അതിൻ്റേതായ സമയമുണ്ട്. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ അനുഗ്രഹത്തിനും അതിൻ്റേതായ സമയമുണ്ട്. നിങ്ങൾക്ക് ഇന്ന് ചിലപ്പോൾ അത് ലഭിക്കാത്തത് നിങ്ങൾക്ക് അതിന് അർഹത ഇല്ലാത്തത് കൊണ്ടാകണമെന്നില്ല. ഒരു പക്ഷെ എന്താണ് കാരണം? കറക്റ്റായിട്ടുള്ള ടൈം ആയിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ തിടുക്കപ്പെടരുത്. മറ്റുള്ളവരുടെ ലൈഫുമായിട്ട് നിങ്ങളുടെ ലൈഫ് ഒരിക്കലും കമ്പയർ ചെയ്ത്, അവന് കിട്ടി, അവൾ വിജയിച്ചു, അവരുടെ ജീവിതം മാത്രം സക്സസ്സോട് സക്സസ്, എൻ്റെ ലൈഫ് മാത്രം എന്താ ഇങ്ങനെ ആയിപ്പോകുന്നത്, അങ്ങനെ ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത്. നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത്? ഓരോ പൂവും ഒരേ സമയത്ത് വിരിയുന്നുണ്ട്? ഒരിക്കലുമില്ല. ഓരോ പൂവും
ഒരേ സമയത്ത് വിരിയുന്നില്ല. നിങ്ങളുടെ ജീവിതവും അതുപോലെ തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിനും നിങ്ങളുടേതായ ഒരു സീസൺ ഉണ്ട്. ഒരു പക്ഷേ ഇപ്പോൾ ഒരു കഠിനമായ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് ചിന്തിക്കുക. ഒരു പക്ഷെ നിങ്ങൾക്കിപ്പോൾ തോന്നുന്നുണ്ടാവും, എൻ്റെ ലൈഫിൽ മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല, ഒന്നും മാറുന്നില്ല. അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വാക്കുകൾ ഓർക്കൂ. ഈ കാലവും കടന്നു പോകും. എന്താണ്? ഈ കാലവും കടന്നു പോകും. മഴ എത്ര ശക്തമായാലും അതിനൊരു അവസാനമുണ്ടാവും. രാത്രി എത്ര നീണ്ടാലും പ്രഭാതം വരും. ഇന്ന് നിങ്ങൾ കാണാത്ത വഴി നാളെ നിങ്ങൾക്ക് വളരെ വ്യക്തമായി കാണും. അതുകൊണ്ട് നിങ്ങളുടെ സമയത്തെ നിങ്ങൾ വിശ്വസിക്കൂ. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വിശ്വസിക്കൂ, ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ അധ്യായം എഴുതപ്പെടുന്ന വഴിയിലാണ്. അതിനാൽ കാത്തിരിക്കുക, പഠിക്കുക, വളരുക, ശ്രമിക്കുക, വിശ്വസിക്കുക. സമയത്തിന് അതിൻ്റേതായ ജ്ഞാനമുണ്ട്. നിങ്ങളുടെ സമയം ഉറപ്പായും വരും. നിങ്ങൾ അതിനുവേണ്ടി തയ്യാറായിരിക്കും. ഈ സന്ദേശം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കാത്തിരിക്കുന്ന ഒരാൾക്ക് വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്യും. ഒരു പക്ഷേ ഈ ഒരു സന്ദേശം തന്നെയായിരിക്കും ഇന്ന് അയാൾക്ക് ആവശ്യം. താങ്ക്